ഇന്ത്യയും യുഎസും തമ്മിൽ തീരുവ തർക്കമില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 2 മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. മോദി ഊർജ്ജസ്വലനായ നേതാവെന്നും അടുത്ത സുഹൃത്തെന്നും ട്രംപ് പറഞ്ഞു. ഐഷത്തുൽ ഷംന ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷംന, ഗുഡ് മോർണിംഗ്. എന്തായാലും യുഎസും ഇന്ത്യയും തമ്മിൽ തീരുവ തർക്കമില്ലേ? എന്തായാലും ട്രംപ് വലിയൊരു പുകഴ്ത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അടുത്ത സുഹൃത്തെന്നും പറയുന്നു. അപ്പോൾ തീരുവ തർക്കം ഇല്ല എന്ന് കരുതണമോ നമ്മൾ? ഭവ്യ, ട്രംപിന്റെ പുതിയ നീക്കം എന്താണെന്ന് എന്തായാലും നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ വളരെ രൂക്ഷമായി തന്നെയായിരുന്നു ഇന്ത്യയെ ട്രംപ് വിമർശിച്ചിരുന്നത്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾ എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യക്കൊരു മുന്നറിയിപ്പ് എന്നോണം ഇനി ഇതിൽ നിന്ന് പിന്നോട്ടില്ലെങ്കിൽ പകരത്തിന് പകരം തീരുവ അത് തിരിച്ച് അമേരിക്ക ചുമത്തും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന തരത്തിലൊക്കെ വളരെ രൂക്ഷമായി തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത മാസം ഏപ്രിൽ 2 മുതൽ ഈ പകരത്തിന് പകരം തീരുവ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ പ്രതികരണം നിലവിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ മോദിയുമായും ചർച്ച നടത്തി. അത് ആശാവഹമായ ഒരു ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ തീരുവ സംബന്ധിച്ച പ്രശ്നങ്ങൾ, അതിൽ നിലവിൽ തീരുവ തർക്കങ്ങൾ ഇല്ല. അത് ആശാവഹമായി തന്നെ വളരെ പോസിറ്റീവായ ഒരു ചർച്ചയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ഉന്നതനായ, ഏറ്റവും നല്ല ഒരു പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന തരത്തിലൊക്കെ മോദിയെ പ്രശംസിച്ചുകൂടി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് യുഎസ് പ്രതിനിധികൾ ഇന്ത്യയിലെത്തിയത്. 5 ദിവസം ഇന്ത്യയിൽ തങ്ങും, 3 ദിവസം വളരെ ഊർജ്ജമായ ചർച്ചകൾ തന്നെ ഉണ്ടാകും എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് യുഎസ് പ്രതിനിധികൾ ഇന്ത്യയിലെത്തിയത്. പ്രധാനമായും ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഇക്കാര്യങ്ങൾ തന്നെയായിരുന്നു. തീരുവയുമായി സംബന്ധിച്ച് ചർച്ചകൾ തന്നെയായിരുന്നു. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഈ പകരത്തിന് പകരം തീരുവ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ നിന്നുള്ള 84% കയറ്റുമതികളെ ബാധിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി ഇന്ത്യക്ക് മേൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായ പ്രതികരണം വരുമ്പോൾ അതിൽ എന്തായാലും ഇന്ത്യയെ അത്തരത്തിൽ അത് ബാധിക്കില്ല എന്നുകൂടി കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പകരത്തിന് പകരം തീരുവ ചുമത്തുമെന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായപ്പോൾ അക്കാര്യത്തിൽ ഇന്ത്യയും ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ 30% നികുതി ഇന്ത്യ ചുമത്തുന്ന സാധനങ്ങൾക്ക് 55% വരെ അതിൽ നികുതിയിൽ ഇളവ് കൊടുക്കാം. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ചില സാധനങ്ങൾക്ക് മാത്രം നികുതിയിൽ ഇളവ് വരുത്താം എന്ന ഒരു നിലപാടിലേക്ക് ഇന്ത്യ എത്തിയിരുന്നു. ഇതിലൊക്കെ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയും യുഎസും തമ്മിലുള്ള ഒരു ചർച്ച നടന്നിരുന്നത്. ഈ ചർച്ചകൾക്കിടയിൽ കൂടിയാണ് ട്രംപിന്റെ ഇത്തരത്തിൽ ഒരു പ്രതികരണം വരുന്നത് എന്നതും പ്രധാനമാണ്. എന്തായാലും ഏപ്രിൽ 2 ഈ പകരത്തിന് പകരം തീരുവ വരാനിരിക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പോസിറ്റീവായ പ്രതികരണം വരുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. പക്ഷേ വരാനിരിക്കുന്ന ട്രംപിന്റെ നീക്കങ്ങൾ എന്താണ് എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഭവ്യ, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.